ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. അപ്പം കുറച്ച് വോയിസിന്റെ പ്രശ്നങ്ങളെ കാണും. അപ്പോൾ അതൊന്ന് ദയവായിട്ട് സഹകരിക്കുക. അപ്പം ഇന്ന് കിട്ടില്ല ഒരു ഡൗൺവേർഡ് ട്രെൻഡ് മാർക്കറ്റ് ആയിരുന്നു. താഴെ നിഫ്റ്റി ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ മോഡിലേക്ക് തന്ന് സി സൈഡ് എക്സ്റ്റൻഷൻ വന്ന് അത് ഫെയിലായി താഴേക്ക് മാർക്കറ്റ് ഇറങ്ങി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ഒരു ദിവസമാണ്. നമ്മുടെ എല്ലാ ലെവലും ആശാൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പൊട്ടി കിടിലം ഡൗൺവേർഡ് മൂവ് വന്ന ദിവസം കൂടെ നിഫ്റ്റി കൃത്യം പറയുകയാണെങ്കിൽ ഡൗൺവേർഡ് മൂവ് അല്ല ആശാൻ തന്ന് താഴേക്ക് ഇറങ്ങി അങ്ങ് കൃത്യമായിട്ട് അങ്ങ് പോയ ഇതിലിപ്പോ ഒരു കുഴപ്പമൊന്നും ഇതില്ല. ലെവൽസ് ഇപ്പോഴും പഴയ ലെവൽ തന്നെ കിടക്കണം. പുതിയ ലെവൽ കൊടുക്കുമ്പോഴൊന്നും സേവ് ആയി വരുന്നില്ല. സോ നമ്മുടെ എല്ലാ റഫറൻസ് ലെവലും പൊട്ടി മാർക്കറ്റ് താഴേക്ക് പോയ ദിവസമായിരുന്നു നിഫ്റ്റി സംഭവിച്ചത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും അതേപോലെ ഒരു ഹെവി സെല്ലിംഗ് വന്ന് ഫെയിൽഡ് ഓപ്ഷൻ വന്നതാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ 56,602 അല്ലെങ്കിൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ നമുക്ക് ഇനി നിഫ്റ്റിക്കും ബൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതേപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ ആയ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 24,000 ഇന്നത്തെ ഹൈ നമ്മൾ 24,900 24,889 അതായത് 890 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഇനി നിങ്ങൾക്ക് ഇനി ബൈങ്ങിന് ഒരു ചാൻസ് ഉള്ളൂ. അതേപോലെ ഇനി ഫ്രഷ് ബൈയിങ് ബാങ്ക് നിഫ്റ്റി എന്ന് പറയും ഇന്നത്തെ ഹൈക്ക് 56,579 മുകളിൽ മാത്രമേ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ബൈ ഉള്ളൂ. മിഡ് ക്യാപ്പ് നമ്മളൊരു ലെവലൊക്കെ പൊട്ടി താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് കൃത്യമായി തന്നൊരു ദിവസമായിരുന്നു. താഴേക്ക് വന്ന് ഒരു ലോവർ ലെവലിലെ സ്ട്രക്ചറൊക്കെ വന്നവൻ താഴേക്ക് തന്നൊരു ദിവസവും കൂടെ മിഡ് ക്യാപ്പ് ഫസ്റ്റ് ടാർഗറ്റ് തന്നു. അവിടെ കിടന്ന് കളിച്ചു. ബെയറിഷ് ഓപ്ഷന്റെ ഭാഗത്ത് തന്നെയാണ് മിഡ് ക്യാപ്പും കിടന്ന് കളിച്ചത്. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഒരു കിടില വോൾട്ടൈൽ ഡേ ആയിരുന്നു. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റി ഇന്ന്. നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. മിഡ് ക്യാപ്പ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ അല്ല, ഇറ്റ്സ് എ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ചെറിയൊരു ടിക്ക് മാത്രമേ ഉള്ളൂ. താഴേക്ക് അങ്ങനെയുള്ള വലിയൊരു മൂവ്മെന്റ് തന്നിട്ടില്ല. POC 12,957 ഭാഗത്താണ് മിഡ് ക്യാപ്പ് നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കോട്ടക് ബാങ്കിന്റെ ഇന്നലെ വന്ന റിസൾട്ട് ഭയങ്കര വീക്ക് ആയത് കാരണം ബാങ്ക് നിഫ്റ്റിയിലെ കോട്ടക് ബാങ്കുകൾ അടിച്ചു. ചുരുക്കി പറഞ്ഞാൽ എല്ലാ കമ്പനികളുടെ റിസൾട്ട് വളരെയധികം വീക്കായി വരുന്നതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബാഡ് റിസൾട്ട്സ് ആയതുകൊണ്ട് പൊതുവെ നിഫ്റ്റി അടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്നു. ബാങ്ക് നിഫ്റ്റി അതിന്റെ കൂടെ താഴേക്ക് ഇറങ്ങുന്നു. സെല്ലിംഗ് പ്രഷർ എവിടെയും നിന്ന് കൃത്യമായി കളിക്കുന്നു. സോ മിഡ് ക്യാപ്പ് നിഫ്റ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് നിഫ്റ്റിക്ക് 12,958 ഭാഗത്താണ് POC. സോ ഞാൻ ആ POC ഒന്ന് ഞാൻ മിഡ് ക്യാപ്പ് നിഫ്റ്റിയുടെ POC ഒന്ന് മാർക്ക് ചെയ്യാം. 12,958 ഭാഗത്താണ് POC. ഇന്നലത്തെ POCയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. POCക്ക് ഒരു മാറ്റവും ഇല്ല. 12,958 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്ത് മിഡ് ക്യാപ്പിന്റെ 12,958 താഴെയാണ് മിഡ് ക്യാപ്പിന്റെ POC നിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോ അല്ലെങ്കിൽ 12,838 താഴെ മാത്രമേ ഞാൻ ഇനി ഒരു ഫ്രഷ് ബൈ എടുക്കുന്നു. അപ്പൊ ഫ്രഷ് ബൈ എവിടെയാണ് മിഡ് ക്യാപ് നിഫ്റ്റിക്കുള്ളത്? 12,838. അപ്പൊ ഞാൻ അതിനെ റൗണ്ട് ഫിഗർ ആക്കി 12,830 താഴെ മാത്രമേ ഇനി മിഡ് ക്യാപ് നിഫ്റ്റിക്ക് നിങ്ങളൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? കൃത്യമായി പറയുകയാണെങ്കിൽ അടുത്ത നിഫ്റ്റി മിഡ് ക്യാപ് അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് പോകുന്ന സമയത്ത് വ്യക്തമായി പറയുകയാണെങ്കിൽ 12,768. ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,770. 12,770 മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഫസ്റ്റ് ടാർഗറ്റ്. 12,770 ആണ് ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അടുത്ത S2 നമ്മൾ കൃത്യമായി 12,770. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,700. 12,700 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി. ചുരുക്കി പറഞ്ഞാൽ 12,830 മിഡ് ക്യാപ് നിഫ്റ്റിയിൽ പൊട്ടുകയാണെങ്കിൽ 12,770 12,700 ഭാഗത്തേക്ക് വരാം. ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ബുള്ളിഷ് റഫറൻസ്. ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റിക്ക് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ഫ്രഷ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ബുള്ളിഷ് റഫറൻസ് ഒരു മാറ്റമില്ല. 13,046 മുകളിലത്തെ 13,046 അല്ല, പകരം ഒന്ന് കട്ട് ചെയ്ത് കൃത്യമായി പറയുകയാണെങ്കിൽ 13,070 മുകളിൽ മാത്രമേ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഇനി നിങ്ങൾക്ക് ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 13,070 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമേ മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 13,121 എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് പഴയൊരു POCയുടെ ഭാഗത്തേക്ക് പോകാം. 13,121 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 13,177. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 13,177 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി
കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മിഡ് ക്യാപ് നിഫ്റ്റി ഇവിടം വരെ പോവാം 13,070 മുകളിൽ 13,121 13,177 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തെന്ന് പറയുമ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി ലെവലാണ്. നിഫ്റ്റി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. നമ്മുടെ POC നിഫ്റ്റിക്ക് വന്നേക്കുന്നത് 24,784 ഭാഗത്താണ് POC. സോ ഞാൻ ആദ്യം POC ഒന്ന് മാർക്ക് ചെയ്യാം. 24,784 നിഫ്റ്റിയുടെ POC. ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഫ്രഷ് സെൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോ 24,630 താഴെ മാത്രമേ ഞാൻ സെൽ എടുക്കുള്ളൂ. 24,630 താഴെ മാത്രമേ ഒരു സെൽ എടുക്കുന്നുള്ളൂ. മാർക്കറ്റ് 24,630 താഴെ ഇല്ല, ഈ ഒരു ലെവലിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് ലെവൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്ത് വേണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് അടിക്കാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ലോ ഈ ഒരു ബെയറിഷ് റെഫറൻസ് പൊട്ടിയിട്ടില്ല എങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന്. സെക്കൻഡ്, അവിടെ വെച്ച് വേണമെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡും എടുക്കാനുള്ള ചാൻസ് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ 13,780 24,784 നമ്മളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ആക്ടിവേറ്റ് ആവും. സോ ഇനി 23,639 പൊട്ടയില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? ഫസ്റ്റ് 636 ആണ്. 24,636 ആണ് എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈ വാല്യൂ ഒരു 24,576 എന്താണ് S1 24,576 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 24,516. അടുത്ത സെക്കൻഡ് ടാർഗറ്റിലാണ് 24,516 ഭാഗത്തേക്കും 24,516 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം. ചുരുക്കി പറഞ്ഞാൽ അടുത്തടുത്ത് ടാർഗറ്റ് ഉള്ളപ്പോൾ നമ്മളിപ്പോൾ എൻ്റർ ആയിരിക്കുന്ന ഏത് പ്രൊഫൈലാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് 12th മെയ്യുടെ, അതായത് നമ്മുടെ കാർഗിലിന്റെ വാറില്ല, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ അടിയില്ല എന്ന് പറഞ്ഞത് ആ ദിവസത്തെ POCയുടെ ഭാഗത്തേക്കാണ് മാർക്കറ്റ് എൻ്റർ ആയിരിക്കുന്നത്, ആ ഒരു ഏരിയയുടെ ഭാഗത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,636 പൊട്ടയാണെങ്കിൽ 24,576 24,516 ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്ന ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്നത്തെ ഹൈ 24,900 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുള്ളൂ. എത്രയാണ്? 24,900 മുകളിൽ മാത്രമേ നിഫ്റ്റിയിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നത്. ഹൈക്ക് മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതിന് മുകളിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,900 മുകളിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,961. ഫസ്റ്റ് ടാർഗറ്റ് 24,961 ഭാഗത്തേക്ക് 24,961 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. അതിന് മുകളിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് 25,033 POC 25,033 ഭാഗത്തേക്ക് 25,033 പഴയൊരു POC ആണ്. 25,033 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വ്യാഴത്തെ POC ആയ 25,069 25,069 ഭാഗത്തേക്ക് നിഫ്റ്റി വരാം. ചുരുക്കി പറഞ്ഞാൽ അടുത്തടുത്ത് ടാർഗറ്റ് കടപ്പുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. മാർക്കറ്റ് ഇങ്ങനെ ഒരു റെഫറൻസ് ലെവൽ എടുത്ത് മാർക്കറ്റ് ബിഹേവ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഞാനത് സേവ് ചെയ്തത് വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല. കാരണം എനിക്ക് നാളത്തെ ലെവലിൽ നോക്കുമ്പോൾ ഈ ചാർട്ട് സേവ് ആയിട്ട് ഇല്ലെങ്കിൽ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് ഞാൻ സേവ് ചെയ്ത് വെച്ച് നമുക്ക് നാളെ ലെവൽ വർക്ക് ചെയ്തില്ല എന്നൊക്കെ വ്യക്തമായിട്ട് നോക്കാം. ഇനി നമുക്ക് ഫൈനലി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ബഗനായ ബാങ്ക് നിഫ്റ്റിയുടെ ഭാഗത്തേക്ക് എത്താം. സോ ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. POC വന്നേക്കുന്ന 56,400 ഭാഗത്താണ് POC വന്നേക്കുന്നത്. എന്നൊരു FA വന്നു, ബാങ്ക് നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ വന്നു. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം ടാർഗറ്റ് ഓൾമോസ്റ്റ് ബാങ്ക് നിഫ്റ്റി തന്നിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് POC 56,400 ആണ്. ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ലോയ 55,968 താഴെ മാത്രമേ ഇനി ഞാൻ സെല്ലിംഗ് ഉള്ളൂ. എത്രയാണ്? 55,968 താഴെ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ. അതിന് താഴെ മാത്രമേ ഒരു സെല്ലിംഗ് ബാങ്ക് നിഫ്റ്റിക്ക് ആക്റ്റീവ് ഉള്ളൂ. അപ്പോൾ അതിന് താഴെ ബാങ്ക് നിഫ്റ്റി സെല്ലിംഗ് ഉണ്ടെങ്കിൽ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 55,838 55,838 എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് 838 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ 55,664 POC. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,664 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ 55,968 പൊട്ടുകയാണെങ്കിൽ ഹെവി സെല്ലിംഗ് വീണ്ടും ആർട്ടിലറി ഫയർ എന്ന് പറയൂലേ, ആർട്ടിലറി വീണ്ടും ആക്ടിവേറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ബൈയിങ് എന്ന് പറയുമ്പം 56,560 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനി ഒരു ബൈ ഉള്ളൂ. 56,560 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഇനി ഒരു ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബൈ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 56,000
800ന്റെ ഭാഗത്തേക്ക് പോകും. ഫസ്റ്റ് ആയിട്ട് 56,800, 56,800 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാം. അതായിരിക്കും R1. അതിന് മുകളിൽ R2 എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞാൽ 57,000, കൃത്യമായി പറയുകയാണെങ്കിൽ 56,958, 56,958ന്റെ ഭാഗത്തേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന CPയുടെ സെല്ലിംഗ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ 56,958ന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ രണ്ട് സിനാരിയോസ് ഇവിടെ പോസിബിൾ ആണ്. നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി 55,968 പൊട്ടാതെ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നിഫ്റ്റിയും 24,636 പൊട്ടാതെ നിൽക്കുകയാണെങ്കിൽ ഈ POC 24,784 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ എല്ലാവരും ലെവല് കാണുക, മാർക്ക് ചെയ്യുക. ചാർട്ടിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.